ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ 3 പേരും കൂടി ഒരു അമ്പല ദർശനത്തിന് ഇറങ്ങിയതാണ്. അമ്പല ദർശനം എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം, ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം. ഈ കാണുന്നത് പോകുന്ന വഴിയിലെ ക്ഷേത്രത്തിനോടുള്ള ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റാണ് കേട്ടോ. ഒത്തിരി ദൂരമുണ്ട് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. ഞങ്ങളുടെ ജംഗ്ഷനിൽ നിന്നും ക്ഷേത്രം വരെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻ്റാണ്. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. മോളും ചേട്ടനത് തൊഴാൻ പോവുകയാണ്. ഞാനും ബാക്കിൽ നിന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തൊഴാൻ പറ്റും, കാരണം ഒട്ടും തിരക്കില്ലായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും ഇപ്പോൾ ഉത്സവം നടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ല, നന്നായിട്ട് തൊഴാൻ പറ്റും. തൊഴുതു പിന്നെ അവിടെ കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസുണ്ട്, എല്ലായിടത്തും കറങ്ങി കാണാനുള്ള സ്പേസും ഉണ്ട്. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അങ്ങനെ അവിടെ മൊത്തം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ മോൾക്ക് കളിക്കാനായിട്ട് പാർക്കുണ്ട് അവിടെ. പാർക്ക് മീൻസ് മണൽത്തരികളുണ്ട്, മണ്ണിൽ കിടന്ന് കളിക്കാൻ. ഒറ്റയ്ക്കായതുകൊണ്ട് സ്റ്റക്കായി നിൽക്കുമായിരുന്നു ആൾ. ഇവിടെ രാവിലെ മുതൽ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എപ്പോൾ പോയാലും സ്റ്റേജ് പ്രോഗ്രാം കാണാം. തിരുവാതിരയായാലും കൈകൊട്ടിക്കളിയായാലും ഓരോ ടീം വൈസ് ആയിരിക്കും സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ ഞാനും ചേട്ടനും മോളും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ആ വാട്ടർഫോൾസും ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നും. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ നമുക്ക് ഫസ്റ്റ് എൻട്രൻസ് തന്നെ അവിടെ ഏകദേശം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഫ്രണ്ട് വ്യൂ തന്നെ നന്നായിട്ടുണ്ട്, അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഈ 2 ആനയാണ് ഫസ്റ്റ് ഫ്രണ്ടിലിരിക്കുന്നത് 2 ആന. അത് തന്നെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ 2 സൈഡിലും ഓരോ സ്റ്റോളുകളുണ്ട്. നമുക്ക് പർച്ചേസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനും 2 സൈഡിലും സ്റ്റോളുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ അവിടെ നിന്ന് മേടിക്കും. പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട്, ഒരുമിച്ചുള്ള ഫോട്ടോ എടുപ്പ്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പാനിപ്പൂരി. നമ്മുടെ ഫേവറേറ്റ് സാധനമാണ്, വീട്ടിൽ നിന്നേ പറഞ്ഞിട്ട് വന്നു പാനിപ്പൂരി മസ്റ്റാണെന്ന്. അങ്ങനെ ഒരു പാനിപ്പൂരി 60 രൂപയാണ് കേട്ടോ ഒരു പാനിപ്പൂരി. ഞാനും മോളും കൂടെ ഒരു പാനിപ്പൂരി കഴിച്ചു, ചേട്ടൻ കഴിക്കില്ല. പിന്നെ അവിടുത്തെ ഗെയിംസ് അറിയാമല്ലോ, എല്ലാം പോയി വായി നോക്കി കൊണ്ട് നിന്നു. ഒന്നും ചേട്ടൻ സമ്മതിച്ചില്ല കളിക്കാനായിട്ട്. തിരക്കും ഇല്ല കേട്ടോ, അത് കളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. പിന്നെ പോയത് മോൾക്ക് കരിമ്പിൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ച് മോൾക്ക് കൊടുത്തു. ഞാനും കുടിച്ചോട്ടെ, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ പോയി നിന്ന് കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് കണ്ടു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം അവിടെ ഇരുന്ന് കണ്ടു. കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ നേരെ അവിടുന്ന് തിരിച്ചു. ഫ്രണ്ടിൽ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.